വൈകുന്നേരം ചൂട് ചായക്കൊപ്പം കഴിക്കാൻ വേണ്ടി പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. പുറമേ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉള്ളിൽ നല്ലൊരു ഫില്ലിങ്ങോട് കൂടിയിട്ടുള്ള ഈ ഒരു പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഇതിൻ്റെ ഫില്ലിംഗ് ആണ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പോകുന്നത്. ഞാനിവിടെ ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് ബട്ടറിൽ തന്നെ തയ്യാറാക്കിയെടുക്കണമെന്ന് നിർബന്ധമില്ല. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിനി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് നല്ല പോലെ തന്നെ വഴറ്റിയെടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് വഴറ്റിയെടുക്കേണ്ടത്. ഇതുപോലെ ചെറുതായിട്ടൊരു ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നല്ല പോലെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ച് വഴറ്റിയെടുക്കുമ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന ഉള്ളിയുടെ ഒന്നും ക്രഞ്ചിനെസ് ഒട്ടും തന്നെ പോവില്ല. അതുപോലെ തന്നെ നല്ലൊരു സ്മോക്കി ഫ്ലേവർ കിട്ടാനും സഹായിക്കും. ഉള്ളി ചെറുതായിട്ട് കളർ മാറി വരുമ്പോൾ അതിലേക്ക് പച്ചക്കറിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു മീഡിയം വലുപ്പത്തിലുള്ള ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതും 1/2 കപ്പ് സ്വീറ്റ് കോൺ അല്ലെങ്കിൽ ചോളം ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു മീഡിയം വലുപ്പത്തിലുള്ള തക്കാളി അതിൻ്റെ കുരുവൊക്കെ മാറ്റിയിട്ട് ഒന്ന് അരിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടെ വീണ്ടും നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ ഒന്ന് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഈ ഒരു പച്ചക്കറി തന്നെ ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമില്ല. നിങ്ങളുടെ കയ്യിൽ ഉള്ള പച്ചക്കറികൾ ചേർത്ത് കൊടുത്താലും മതിയാകും. ചേർത്ത് കൊടുത്ത പച്ചക്കറികൾ ചെറുതായിട്ട് വാടി വരുമ്പോൾ ഇതിലേക്ക് 1.5 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഞാനിവിടെ എരിവിന് പാകത്തിന് ചില്ലി ഫ്ലേക്സും കുരുമുളക് പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ചില്ലി ഫ്ലേക്സിന് പകരം നിങ്ങൾക്ക് മുളക് പൊടി വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് നിങ്ങളുടെ പാകത്തിന് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എല്ലാം കൂടെ ഇനി വീണ്ടും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒന്ന് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഞാനിവിടെ 1/2 ടീസ്പൂൺ പിസ്സ സീസണിങ്ങും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇത് കഴിക്കുമ്പോൾ ആ ഒരു പിസ്സയുടെ രുചി കിട്ടും, അതിനുവേണ്ടി ചേർത്തത് മാത്രമേ ഉള്ളൂ. എല്ലാം കൂടെ നല്ല പോലെ തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. പച്ചക്കറിയുടെ ഒന്നും ക്രഞ്ചിനെസ് മാറാതെ വേണം നമ്മളിത് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് വഴറ്റിയെടുക്കുന്നത്. ഇതുപോലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോൾ ഇതിലേക്ക് ഞാനിവിടെ 1/2 കപ്പ് ചീസാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ചീസ് ചേർത്ത് കൊടുക്കുന്നതും ഓപ്ഷനിലാണ്, കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തോളൂ, ഇല്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കിയാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇവിടെ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട്. ആ ഒരു ചൂടിൽ തന്നെ ചീസൊക്കെ നല്ല പോലെ തന്നെ മെൽട്ടായി ഇതുമായിട്ട് യോജിച്ച് വന്നോളും. ഈ ഒരു ഫില്ലിങ്ങിന് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിനായിട്ടൊരു ബാറ്ററിൻ്റെ ആവശ്യമായിട്ടുണ്ട്. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1/4 കപ്പ് കോൺഫ്ലോർ ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ 1/4 കപ്പ് മൈദ കൂടെ ചേർത്തിട്ടുണ്ട്. കോൺഫ്ലോർ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ അരിപ്പൊടി വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ല ലിക്വിഡ് ആയിട്ടുള്ള കൂട്ടാണ് നമുക്ക് തയ്യാറാക്കി എടുക്കേണ്ടത്. ഞാനിവിടെ 1/2 കപ്പും ഏകദേശം 2 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ ലിക്വിഡ് ആയിട്ടുള്ള കൂട്ടാണ് വേണ്ടത്. ഒട്ടും കട്ടകളില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. നമ്മളുടെ ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ബ്രെഡാണ്. ഞാനിവിടെ മിൽക്ക് ബ്രെഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് ബ്രെഡ് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. നല്ല ഫ്രഷ് ആയിട്ടുള്ള ബ്രെഡാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇതിപ്പോൾ ഞാൻ ഫ്രിഡ്ജിലൊക്കെ വെച്ച ബ്രെഡായിരുന്നു. അതുകൊണ്ട് ഒരു 30 സെക്കൻഡ് നേരത്തേക്ക് ഓവനിൽ ഞാനൊന്ന് ചൂടാക്കിയിരുന്നു. ഓവൻ ഇല്ലാന്നുണ്ടെങ്കിൽ വെറുതെ ഒന്ന് ആവി കയറ്റി എടുത്താലും മതിയാകും. നമ്മളുടെ ബ്രെഡ് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഒന്നും കൂടെ ഹാർഡാവും. ആ ഒരു ഹാർഡ്നെസ് മാറിപ്പോകാൻ വേണ്ടിയിട്ടും നല്ല സോഫ്റ്റായിട്ട് കിട്ടാനും വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത്. ഫ്രഷ് ആയിട്ടുള്ള ബ്രെഡാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന ബ്രെഡാണെങ്കിൽ മാത്രം ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. ഈ ഒരു ബ്രെഡിൻ്റെ ആ ഒരു എഡ്ജസ് ഒക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. നമ്മൾക്ക് ആ ഒരു ബ്രൗൺ നിറമുള്ള ഭാഗം വേണ്ട, അത് ഞാനിവിടെ മാറ്റിയെടുക്കുന്നുണ്ട്. ഇത് കളയേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇതങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇതിലെ ഒരു ബ്രെഡ് സ്ലൈസ് എടുത്തിട്ട് ഇതുപോലെ പരത്തിയെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലെ പരത്തിയെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ പൊടിഞ്ഞു പോകും. ഇതിൻ്റെ എല്ലാ സൈഡിലുമായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ട് അതാണ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ആ ഒരു മൈദ കോൺഫ്ലവറിൻ്റെ കൂട്ട് നല്ലപോലെ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ സെൻറ്ററിലേക്കായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് ആവശ്യത്തിന് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ 2 എഡ്ജസ്സും എടുത്തിട്ട് നല്ലപോലെ സീൽ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. നമ്മൾ സൈഡിൽ ആ ഒരു സ്ലറി വെച്ചത് കൊണ്ട് തന്നെ ഈസി ആയിട്ട് ഇത് പറ്റിപ്പിടിച്ച് നിന്നോളും. ചെറുതായിട്ട് ഇതുപോലെ പൊട്ടിപ്പോയാലൊന്നും കുഴപ്പമില്ല, നമ്മൾ ഇതിന് കവർ ചെയ്തെടുക്കുന്നുണ്ട്.
അപ്പോൾ ദാ ഈ ഒരു രീതിക്കാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ തയ്യാറാക്കിയെടുക്കാം. ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് ബ്രെഡ് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്കിത് ഇതുപോലെ പരത്തിയെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതുപോലെ തന്നെ എഡ്ജസിൽ നല്ലപോലെ തന്നെ ആ ഒരു സ്ലറി ആക്കിയെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് അമർത്തി കൊടുത്താലും ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പൊട്ടി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു രീതിക്ക് ഞാനിവിടെ നല്ല പോലെ തന്നെ സീൽ ചെയ്തെടുത്ത് എല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് കവർ ചെയ്തെടുക്കാനാണ് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കൂട്ട് ആവശ്യമായിട്ടുണ്ട്. പിന്നെ ബ്രെഡ് ക്രംസ് ആണ് ആവശ്യമായിട്ടുള്ളത്. ഞാനിപ്പോൾ ഇവിടെ ആ ഒരു കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ സൈഡിൽ വെച്ചിട്ടാണ് ബ്രെഡ് ക്രംസ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. ആദ്യം ഇതുപോലെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ടിൽ നല്ലപോലെ ഡിപ്പ് ചെയ്തെടുക്കുക. അതിനുശേഷം വേണം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ കോട്ട് ചെയ്തെടുക്കുന്നത് നമ്മളുടെ ആ ഒരു പലഹാരം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാനും സഹായിക്കും. അതുപോലെ തന്നെ നമ്മൾ ബ്രെഡ് ഇങ്ങനെ മടക്കി വെക്കുമ്പോൾ ചെറിയ ഗ്യാപ്പുകളൊക്കെ ഉണ്ടാകും. അങ്ങനെ ഗ്യാപ്പുകൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ എണ്ണ കുടിക്കാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ ഒഴിവാക്കാനും സഹായിക്കും. ഇതുപോലെ ഞാനിവിടെ എല്ലാം തന്നെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്കൊരു 10 മിനിറ്റ് നേരത്തേക്ക് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒന്നും കൂടെ ആ ഒരു ബ്രെഡ് ക്രംസ് ഒക്കെ നന്നായിട്ട് കോട്ടായി കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ഫ്രൈ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് കുറച്ച് ഓയിൽ നേരത്തെ തന്നെ ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു. ഓയിൽ നല്ലപോലെ ചൂടായതിന് ശേഷം വേണം നമ്മളിത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇട്ട് കൊടുത്തതിന് ശേഷവും ഇത് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് ലോ ഫ്ലെയിമിൽ വെച്ച് ഇത് കുക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ ഉള്ളിൽ നല്ലപോലെ എണ്ണ കയറും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ നല്ല തിളച്ച എണ്ണയിൽ തന്നെ ഇത് ഇട്ട് കൊടുക്കാനും ശ്രദ്ധിക്കണം. ഇതുപോലെ ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരുപാട് ലോ ഫ്ലെയിമിൽ വെച്ച് നിങ്ങളിത് കുക്ക് ചെയ്യാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ നല്ലപോലെ എണ്ണ കുടിക്കും. അപ്പോൾ ദാ ഇതുപോലെ എല്ലാ ഭാഗവും ഒന്ന് മൊരിയിച്ചെടുക്കുക മാത്രമേ ചെയ്യണ്ടൂ. ഇത് മൊരിയിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയമൊന്നും എടുക്കില്ല. ഇതുപോലെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടാണ് നമ്മളുടെ ഈ ഒരു പലഹാരം ഇരിക്കുക. നിങ്ങൾക്കത് ആ ഒരു ഒച്ച കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാകും. ഇനി ഇത് കൂട്ടി കഴിക്കാനായിട്ട് ഞാനിവിടെ ഒരു സോസും കൂടെ തയ്യാറാക്കി എടുക്കുന്നുണ്ട്. അതിനായിട്ട് 3 ടേബിൾ സ്പൂൺ മയണൈസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ ഷേസ്വാൻ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഷേസ്വാൻ സോസിന് പകരം നിങ്ങൾക്ക് റെഡ് ചില്ലി സോസ് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മളുടെ ഡിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു മയോണൈസും ടൊമാറ്റോ സോസും അതുപോലെ തന്നെ റെഡ് ചില്ലി സോസൊക്കെ മിക്സായി വരുമ്പോഴുള്ള രുചി ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇത് വെറുതെ ടൊമാറ്റോ സോസ് വെച്ച് സെർവ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒപ്പം നമ്മളുടെ ഡിപ്പും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടാണ് ഈ ഒരു പലഹാരം ഇരിക്കുക. പുറമേ നിങ്ങൾക്ക് ഒച്ച കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാകും. ഉള്ളിൽ നല്ലൊരു ഫില്ലിംഗ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഫില്ലിങ്ങിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ നിങ്ങൾക്ക് വരുത്താവുന്നതാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കും. ഒട്ടും തന്നെ എണ്ണ കുടിക്കാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരമാണ്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാകും. ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയുക. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.